2024 തിരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെയുള്ള പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞത് നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം അവസാനിക്കുന്നു എന്നാണ്. 400 സീറ്റുകളിൽ വരുമെന്ന് പറഞ്ഞ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഒരു മനുഷ്യൻ 18 മണിക്കൂർ പ്രവർത്തിച്ചിട്ടും അയാൾക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അയാൾ ഉറങ്ങാതെ പ്രവർത്തിക്കും. അത് അയാളെ കൂടുതൽ അപകടകാരിയാക്കും. ഇപ്പോഴിതാ മോദി സർക്കാരിന്റെ മിഷൻ 360 അത് മാന്ത്രിക സംഖ്യയിൽ നിന്ന് വെറും 6 ചുവടുകൾ അകലെ മാത്രം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2026 പാർലമെന്റിലെ മൺസൂൺ സമ്മേളനം ജൂലൈ 20 മുതൽ പാർലമെന്റിൽ മൺസൂൺ സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഡീലിമിറ്റേഷൻ ബില്ലും വനിതാ സംവരണ ബില്ലും മോദി സർക്കാർ വീണ്ടും അവതരിപ്പിക്കാനായി സാധ്യതയുണ്ട്. ഈ ബിൽ പാസാക്കാൻ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷമാണ് വേണ്ടത്. അതായത് 360 എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. നേരത്തെ ഏപ്രിലിൽ നടന്ന പ്രത്യേക സമ്മേളനത്തിൽ ആവശ്യത്തിന് അംഗബലമില്ലാത്തതിനാൽ സർക്കാരിന് ഈ ബിൽ പാസാക്കാനും കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ 3 മാസത്തിന് ശേഷം സർക്കാർ ഇത് വീണ്ടും പാസാക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാരിനെ വളയാൻ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് കോൺഗ്രസും തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൺസൂൺ സമ്മേളനം മനസ്സിൽ വെച്ചുകൊണ്ട് BJP നേതൃത്വം നിരവധി യോഗങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു സുപ്രധാന യോഗം നടന്നു. അതിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും പങ്കെടുത്തു. ഈ യോഗത്തിൽ സമ്മേളനത്തിന്റെ തന്ത്രങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകളും വിശദമായി ചർച്ച ചെയ്തു. ഇതിനു പുറമെ സംഘടനയിൽ ഉടൻ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള മസ്തിഷ്ക പ്രക്ഷോഭ സെഷനും നടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ലോക്സഭയിൽ നിലവിൽ 3 ഒഴിവുള്ളതിനാൽ ഭരണഘടനാ ഭേദഗതിക്ക് 360 അംഗങ്ങളുടെ പിന്തുണയാണ് ആവശ്യം. നിലവിലെ കണക്കുകൾ പ്രകാരം BJP നയിക്കുന്ന NDAക്ക് 293 എംപിമാരുടെ പിന്തുണയുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ NCPIയുടെ 20 എംപിമാരും DMKയുടെ 22 എംപിമാരും സർക്കാരിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഈ സംഖ്യ 335-ലെത്തും. ഇതിനു പുറമെ YSRSPയുടെ 4 എംപിമാരും ഒരു സ്വതന്ത്ര ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിലെ ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം വന്ന 6 എംപിമാരുടെയും പിന്തുണയോടെ ഈ സംഖ്യ 346 വരും. ശരത് പവാറിന്റെ പാർട്ടിയുടെ 8 എംപിമാരും ഇതിനെ പിന്തുണച്ചാൽ സർക്കാരിന് 354 എന്ന സംഖ്യയിലെത്താൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.